തലയൂരിയത് തുഗ്ലക് നിയന്ത്രണത്തിൽ നിന്നോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ MT രമേശ്, 8-ാം തീയതി മഹത്തായ പ്രഖ്യാപനം, 13-ാം തീയതി അർദ്ധരാത്രി എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിന്ന് പരിഹാരമാർഗം ആരായൽ, പിന്നെ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇപ്പോൾ 14 പരിഹാര പരിപാടികൾ പ്രഖ്യാപിക്കൽ. ഇതാണ് ആദ്യം മുതലേ ഇതിൻ്റെ പ്രായോഗികതയെ സംശയിച്ചവരെല്ലാം പറഞ്ഞത്. അവരെ ഒന്നടങ്കം കള്ളപ്പണത്തിൻ്റെ സംരക്ഷകരായാണ് നിങ്ങൾ വ്യാഖ്യാനിച്ചത്. ഇന്നിപ്പോൾ എന്താണ് അതിന് മറുപടി? കള്ളപ്പണ സംരക്ഷണത്തിൻ്റെ ആനുകൂല്യം അവർക്ക് വീണ്ടും കൊടുക്കാൻ നിൽക്കണ്ട, അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചൊരു ദിവസമായി ഇതിനെ വിനയപൂർവ്വം മനസ്സിലാക്കുന്നുണ്ടോ? വേണുവിൻ്റെ ആ വിലയിരുത്തൽ ഒട്ടും വസ്തുതാപരമല്ല. കാരണം ഗവൺമെൻറ് തീരുമാനം പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കാം. ഗവൺമെൻറ് തീരുമാനം ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. 8-ാം തീയതി രാത്രി 8 മണിക്ക് പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ആ ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസവും വിലയിരുത്തപ്പെടുകയാണ്. ഓരോ ദിവസവും രാത്രി അതാത് ദിവസത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇളവുകൾ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ഇന്ന് ആദ്യമായിട്ടല്ലല്ലോ ഇളവുകൾ പ്രഖ്യാപിക്കുന്നത്. ഇളവുകൾ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ടല്ല ഇളവുകൾ പ്രഖ്യാപിക്കുന്നത്. ജനങ്ങൾ ഓരോ ദിവസത്തെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ യോഗം ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. ശ്രീ MT രമേശ്, അത് അങ്ങയുടെ കാതിലും മുഴങ്ങുന്നുണ്ടാകും. ഒരുപക്ഷെ അങ്ങ് തന്നെ രഹസ്യമായി സ്വയം ചോദിച്ചൊരു ചോദ്യവുമാകാം അത്. ഈ 2000 രൂപ ഇടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് മതിയായിരുന്നില്ലേ ഇത്? സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അങ്ങനെ പല സംശയവും ഉണ്ടാകും. അതിന് ജനങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം കയ്യിൽ പൈസ ഇല്ലാത്തവർ ക്യൂ നിൽക്കുന്ന സമയത്തുള്ള പ്രശ്നമുണ്ട്. പക്ഷെ വേണു, ഞാൻ മറ്റൊരു കാര്യം പറയാം. ക്യൂ നിൽക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ വിമർശിക്കുന്ന അതേ ആളുകൾ കയ്യിൽ പണം കിട്ടി തിരിച്ചു വരുമ്പോൾ ഗവൺമെന്റ് ന്യായീകരിച്ചുകൊണ്ട് 2000 പുതുതായി പുറത്തിറക്കുന്നു. 2000 ഇടാനുള്ള കലവറ റെഡിയാക്കിയിട്ടാണോ അത് ചെയ്തത്? ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുക്കപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ നമ്മൾ മനസ്സിലാക്കി ഇത് ഒരു വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചുകൊണ്ട് പകരം നോട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ ഫ്ലോ ചെയ്യണം. അത് സ്വാഭാവികമായുള്ള സമയക്രമം ഉണ്ടാകും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചെയ്യുന്ന കാര്യം തീരുന്ന കാര്യമല്ല എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ബോധ്യത്തോടു കൂടിയാണ് തന്നെയാണ് തീരുമാനമെടുത്തത്. ശ്രീ കുഴൽനാടൻ, ശരിയാണ്, വെയിലേറ്റ് തളരുന്നു ക്യൂവിൽ നിൽക്കുന്നവർ, അതിന്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ട്, അതിന്റെ ആവലാതികൾ അവർ പറയുന്നു. പക്ഷെ പണം കിട്ടി തിരിച്ചു വരുമ്പോൾ അവരെല്ലാം മോദിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പടിയിറങ്ങി വരുന്നത് എന്നാണ്. ശരിയാണോ? ഇതാണോ ദേശത്തിന്റെ അനുഭവം? അല്ല, അതിപ്പോൾ ബഹുമാനി സുഹൃത്ത് ശ്രീ MT രമേശിന് അതേ പറയാൻ കഴിയുള്ളൂ. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ ഇകഴ്ത്താനോ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. വേണു, എനിക്ക് എൻ്റെ ഒരു റിക്വസ്റ്റ്, ഇതിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട 1-2 പോയിൻ്റ് ഉണ്ട്. ഇന്ന് പ്രധാനമന്ത്രിയുടെ മെയിനായിട്ടുള്ള ഈ രാജ്യത്തെ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞ എന്താണ്? വിദേശത്ത് നിന്നും വരുന്ന കള്ളപ്പണം അല്ലെങ്കിൽ കള്ള നോട്ടിനെ തടയാനാണ് പ്രധാനമായിട്ട് ഈ നടപടി എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ സാങ്കത്യം നമ്മളൊന്ന് പരിശോധിക്കണം. അതായത് ഇപ്പോൾ നിലവിൽ ഞാൻ പറയുന്നു, വിദേശത്ത് നിന്ന് വന്ന കള്ളനോട്ടുകൾ ഇന്ന് നിലവിൽ മാർക്കറ്റിൽ സർക്കുലേഷനുള്ളത് അതിൻ്റെ വാല്യൂ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ കണ്ടുപിടിച്ചാലും നമുക്ക് അതിൻ്റെ വാല്യൂ ഇത് ഇല്ലാണ്ടാക്കി കളയാൻ പറ്റില്ല. ഇനി നമ്മൾ സേഫ് ഗാർഡ് ചെയ്യുന്ന എന്തിനാണ്? ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒഴുക്കാൻ വേണ്ടി ഓൾറെഡി വിദേശത്ത് അച്ചടിച്ച് വെച്ചിട്ടുള്ള 1000-ഉം 500-ഉം നോട്ടുകളെ മാത്രമാണ് ഇതുകൊണ്ട് തടയാൻ കഴിയും. അത് എത്ര ബാലിശമായൊരു വാദമാണ്. 120 കോടി ജനങ്ങളെ വറചട്ടിയിലേക്ക് ഇട്ടുകൊണ്ട്, അതായത് മനസ്സിലാക്കണം, അതായത് ഇതിന് മുമ്പ് ഇറക്കിയ കള്ളനോട്ടുകൾ ഇല്ലായ്മ ചെയ്യാൻ ഈ നടപടി ഒരു രീതിയിലും സഹായിക്കില്ല. നമ്പർ 1. നമ്പർ 2, ഇനി അവർ ഇന്നു മുതൽ അടിക്കുന്ന കള്ളനോട്ട് 1000-ൻ്റെ 500-ൻ്റെ ആയിരിക്കില്ല.
ആക്ച്വലി അതിന് വേണ്ടത് എന്താണ്? അതിന് വേണ്ടത് സെക്യൂരിറ്റി മെഷേഴ്സ് എൻഹാൻസ് ചെയ്തെങ്കിൽ കറക്റ്റാണ്. ഞാൻ താങ്കൾക്ക് തിരികെ എത്താം കുഴൽനാടൻ. അത് മറ്റൊരു വശമാണ്, അതിലേക്ക് വരാം നമുക്ക് ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ. ശ്രീ CR നീലകണ്ഠൻ, 2000 രൂപ പുതിയ നോട്ട് ഇറക്കുന്നു, അതിടാനുള്ള സംവിധാനത്തെപ്പറ്റി ആലോചിക്കേണ്ടത് ആരായിരുന്നു? 86% 1000-ൻ്റെയും 500-ൻ്റെയും വ്യവഹാര ശക്തി. അങ്ങനെ വരുമ്പോൾ അത് പെട്ടെന്ന് അസാധുവാക്കുകയാണെങ്കിൽ പകരം പണത്തിനുള്ള എന്ത് തയ്യാറെടുപ്പായിരുന്നു ഉണ്ടായിരുന്നത്? മുഷിഞ്ഞു നാറിയ നോട്ടുകൾ തിരികെ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു ഗതികേടിലേക്കാണ് ഇവരുടെ ഈ ആസൂത്രണ മികവ് ചെന്ന് പതിച്ചത് എന്നത് വ്യക്തമല്ലേ? ഇന്നലെ പ്രധാനമന്ത്രി ആവേശത്തോടുകൂടി ഗോവയിൽ പറഞ്ഞത് 10 മാസമായി ചെറു സംഘങ്ങളെ നിയുക്തമാക്കിക്കൊണ്ട് ഈ നോട്ട് അസാധുവാക്കൽ പ്രക്രിയ ഇങ്ങനെ പുരോഗമിക്കുകയായിരുന്നു എന്നാണ്. അത് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രായോഗിക പ്രതിസന്ധി ഉണ്ടായില്ലല്ലോ. അപ്പോൾ പച്ച നുണയല്ലേ ഈ പറയുന്നത്? മാത്രവുമല്ല, ഈ 10 മാസം മുൻപ് തുടങ്ങിയ ഈ പ്രക്രിയയിൽ എങ്ങനെയാണാവോ ഈ ഊർജിത് പട്ടേലിൻ്റെ പേര് വരിക, സെപ്റ്റംബറിൽ ചുമതലയേറ്റയാൾക്ക്? അപ്പോൾ നഗ്നമായ നുണ പറയുകയാണ് ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു പ്രധാനമന്ത്രി. ശ്രീ CR നീലകണ്ഠൻ. വേണു, ഇതിൽ ഒരു സംശയക്കാര്യത്തിലില്ല. ഇത് അവഗാഹമില്ലാതെ ചെയ്തൊരു പണി എന്ന അഭിപ്രായവും എനിക്കില്ല. ഇത് വളരെ കൃത്യമായും ഇന്ന് സ്റ്റേറ്റ് ബാങ്കിൻ്റെ അധികാരികൾ ഇന്ന് പുറത്തുവിട്ട ഒരു കാര്യമുണ്ട്. അത് പണം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന. യഥാർത്ഥത്തിൽ നമ്മുടെ ബാങ്കുകൾ പാപ്പരായിരുന്നൊരു ഘട്ടത്തിൽ ബാങ്കുകളെ സംരക്ഷിക്കൽ വരെ ഇതിൻ്റെ പിന്നിൽ ഒരു തന്ത്രമാണ്. കാരണം കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത ലോണും തിരിച്ചു കിട്ടുന്നില്ല, ബാക്കിയുള്ളത് ഇത് മാത്രം. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഇത് 2000 രൂപ ആദ്യമേ കൊടുത്താൽ ഇവർ ഈ പറയുന്ന ഗുണമില്ല. കാരണം പണം വീണ്ടും ജനങ്ങളിലേക്ക് പോകും. ഇപ്പം ജനങ്ങൾക്ക് പണം പോകാൻ പാടില്ല. 86% പണം നിർമൂല്യവൽക്കരിക്കപ്പെട്ടാൽ ബാക്കി 15% കൊണ്ട് ജനങ്ങൾ അടിപിടി കൂടി നാശമായിരിക്കണം. ഇപ്പോൾ SBI പറയുന്നു ഞങ്ങൾ ATM കൂട്ടി. ATM കൂട്ടിയിട്ട് എന്താ കാര്യം? കാശില്ലാണ്ട് പിന്നെ ATM കൂട്ടിയിട്ട് എന്താ കാര്യം? ഇപ്പോൾ സോയിൽഡ് നോട്ട് വരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. സോയിൽഡ് നോട്ട് വന്നു കഴിഞ്ഞാൽ ATM മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളിലേക്ക് ഇനി പോകാൻ പോവുകയാണ്. പിന്നെ ഇപ്പോൾ 2000 നോട്ട് വന്നു. 2000 നോട്ട് തന്നെ ഒരു പരമാബദ്ധമായിരുന്നു എന്നുള്ളത് ആർക്കും അറിയാം. കാരണം പുതിയ തേങ്ങ എന്ന് മലയാളത്തിൽ പറഞ്ഞു. അതിലേക്ക് വരാം സിആർ. പക്ഷേ സിആർ അതിഗൗരവതരമായ ഒരു കാര്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനുശേഷം ബാക്കി താങ്കൾക്ക് തുടരാവുന്നതാണ്. ശ്രീ ജോസഫ് സി മാത്യു, ഇതൊരു വ്യത്യസ്തമായ വീക്ഷണമാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. 86% നിർമൂല്യമാക്കി 14% വേണ്ടി രാജ്യത്തെ ജനതയെ അടികൂടാൻ വിട്ടിരിക്കുന്നുവെന്ന്. ഇതിലെ ഗൂഢതാൽപര്യം ശ്രീ CR സംശയിക്കുന്നത് തന്നെയാണോ? പൊതുമേഖലാ ബാങ്കുകളെ സംരക്ഷിക്കുക എന്ന പരോക്ഷോദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്? വേണു, അത് നേരത്തെ പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ കറൻസിയുടെ മൂല്യം ഒരു 17.2 lakh crores എന്നാണ് പറയുന്നത്. 86% 500 രൂപ നോട്ട്സും 1000 നോട്ടുകളുമാണ്. അതിൻ്റെ മൂല്യം 15 ലക്ഷം കോടി വരും എന്നാണ് പറയുന്നത്. ഈ 15 ലക്ഷം കോടി രൂപ വരുന്ന മൂല്യമുള്ള നോട്ടുകൾ ഒറ്റ അടിക്ക് ഫ്രീസ് ചെയ്ത ശേഷം ബാക്കി 14% കറൻസികളാണ് വിപണനത്തിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്, ലീഗൽ ടെൻഡർ ആയിട്ടുള്ളത്. ഇതിൽ പകുതി ATMകളിലും ബാങ്കുകളിലും ലോക്ക്ഡ് ആയിരിക്കെ ബാങ്കുകൾ അടച്ചിട്ട് ATM അടച്ചിട്ട ശേഷം 14% പോലും ഇല്ലെന്ന് ഓർക്കണം. ഏതാണ്ട് 9% കറൻസി കയ്യിൽ വെച്ചുകൊണ്ട് ആൾക്കാർ വിനിമയം നടത്തേണ്ടി വരികയാണ്. അവിടെ തന്നെ നമ്മൾ ചാനലുകളിലെല്ലാം കണ്ട ഒരു ദൃശ്യമുണ്ട്. തൊഴിൽ ചെയ്ത് കൂലി വാങ്ങിയ ഒരു സ്ത്രീ, അവർക്ക് അവരുടെ ഭാഗ്യദോഷത്തിന് തലേദിവസം കൂലി കിട്ടിയപ്പോൾ ഒരു 500 രൂപ നോട്ടാണ് കിട്ടിയത്. 500 രൂപ നോട്ടായിരുന്നേ അവർ രക്ഷപ്പെട്ടിരുന്നു. ഈ 500 രൂപ നോട്ട് കയ്യിൽ വെച്ച് അതിൽ ഐ പ്രോമിസ് ടു പേ ദ ബിയറർ എ സം ഓഫ് എന്ന് റിസർവ് ബാങ്കിൻ്റെ ഗവർണറുടെ ഒരു പ്രോമിസറി നോട്ടാണ്. അത് കയ്യിൽ വെച്ചുകൊണ്ട് അന്നത്തെ അന്നത്തിന് ഭാഗമില്ലാതെ നിൽക്കുകയാണ് റോഡിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഒരു വശത്ത്, രണ്ടാമത് ബാങ്ക് CR പറഞ്ഞ പോലെ ബാങ്കുകളുടെ സ്ട്രെസ്ഡ് ലോൺ എന്ന് പറയുന്നതിൻ്റെ മൂല്യം 13 ലക്ഷം കോടിയാണ്. 15 ലക്ഷം കോടിയാണ് ഈ 500-ൻ്റെയും 1000-ൻ്റെയും വിപണന മൂല്യമെങ്കിൽ, കറൻസി മൂല്യമെങ്കിൽ, അത് ഫ്രോസൺ ആക്കിയപ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യം നിശ്ചലമായതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ 13 ലക്ഷം കോടിയുടെ ഇമ്പാക്റ്റ് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അത് ആരുടെ കൈവശമാണ് ഇരിക്കുന്നത്? ഇത് റിട്രീവ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് പരിഗണനാ വിഷയമേ അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രണ്ടാമത്തെ വിഷയമെങ്കിലും ആകുന്നത് സെക്കൻഡ് പ്രയോറിറ്റി ആയാൽ ആ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിന് അത് ഒട്ടും ഭൂഷണമല്ല. ഒരാൾ കഴിക്കാനുള്ള ആഹാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പരിഗണനാ വിഷയമല്ല, മറ്റ് ചിലതാണ് പരിഗണനാ വിഷയം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കള്ളപ്പണത്തിനെതിരായിട്ടുള്ള ഫൈറ്റാണെന്നാണ്.
യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞു ഇതൊരു ക്യാഷ് ക്ലീനപ്പാണ്. ഞാനൊന്ന് ഇടപെടുകയാണ്, കള്ളപ്പണത്തിലേക്ക് നമുക്ക് അടുത്ത റൗണ്ടിൽ വരാമെന്നതുകൊണ്ട്. ശ്രീ പി ജെ ജെയിംസ്, ഗ്രീസിലെ സാഹചര്യവുമായി വിദേശ മാധ്യമങ്ങൾ താരതമ്യം ചെയ്യുന്നു ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാമ്പത്തിക നിലയെ. ഒരു വ്യത്യാസമേ ഉള്ളൂ, ഗ്രീസ് സ്വാഭാവിക ധനപ്രതിസന്ധിയിലേക്ക് പോയി മറ്റു പല കാരണങ്ങളാൽ. ഇവിടെ ഒരു നയത്തിൻ്റെ ഭാഗമായി സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന്. മണി റേഷനിങ് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന്. തൻ്റെ കയ്യിലുള്ള പൈസയെ അസാധുവാക്കി ഇല്ലാത്ത പൈസയ്ക്ക് വേണ്ടി വെയിൽ കൊള്ളേണ്ടി വരുന്നു ഒരു ജനത. ഒരു രാജ്യം ഒരു ക്യൂവായി മാറുന്നു. ഇതെന്ത് സാമ്പത്തിക സന്ദേശമാണ് നൽകുന്നത്? നമ്മൾ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡീമോണിറ്റൈസേഷൻ അഥവാ ഈ നാണയം അസാധുവാക്കൽ അല്ലെങ്കിൽ കറൻസി അസാധുവാക്കൽ എന്ന് പറയുന്ന രണ്ട് വശമുള്ളൊരു പ്രക്രിയയാണ്. അതിലൊരു വശം ഈ നോട്ട് അസാധുവാക്കുക, അതായത് ഏത് നോട്ടാണോ ആവശ്യമില്ലാത്തത് അത് അസാധുവാക്കുക. ചരിത്രത്തിൽ നടന്നിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. രണ്ടാമത്തെ വിഷയം അത് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ നാണയം അസാധുവാക്കുക അല്ലെങ്കിൽ കറൻസി അസാധുവാക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രക്രിയകൾ കൂടിച്ചേർന്ന രണ്ട് വശമുള്ളൊരു പ്രക്രിയയാണ്. ഇവിടെ സംഭവിച്ചത് ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത, ശരിക്കും ഇത് നടന്നിരിക്കുന്ന ദേശവിരുദ്ധമായ ഒരു നടപടിയാണ്. കാരണം മുൻകാലത്ത് നമ്മുടെ പല ഭരണാധികാരികളും രാജാക്കന്മാരൊക്കെ ജനങ്ങളെ കൊള്ള ചെയ്തു നമ്മൾ കേട്ടിട്ടുണ്ട്. പല മധ്യകാലഘട്ടത്തിലൊക്കെ രാജാക്കന്മാർ സ്വന്തം ജനങ്ങളെ കൊള്ള ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ മറ്റ് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഇവിടെ സംഭവിച്ചത് അത്തരൊരു കൊള്ളയാണ്. കാരണം ഈ ആദ്യത്തെ പ്രക്രിയ നിലവിലുള്ള ജനങ്ങളുടെ 86% അവർ ക്യാഷ് ഉപയോഗിക്കുന്ന റദ്ദ് ചെയ്യുകയും അത് റീപ്ലേസ് ചെയ്യുന്നതിന്, അത് പുനഃസ്ഥാപിക്കുന്നതിന് യാതൊരു ഉത്തരവാദിത്വം എടുക്കാത്ത നിരുത്തരവാദപരമായ, ജനങ്ങളോടോ ഇവിടുത്തെ ഭരണ സംവിധാനത്തോടോ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഭരണത്തിൻ്റെ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ഗതികേടാണ് നമ്മളിതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഉപേക്ഷിച്ചത് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ നേതാവ് അരുൺ ഷൂറി പറഞ്ഞു, ഇങ്ങനെ ഒരു ഇഡിയറ്റിനെ ഇനി നിങ്ങൾ പ്രധാനമന്ത്രിയാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം ഗതികെട്ടൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോയ ഈ സാമ്പത്തിക നടപടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ബാലപാഠങ്ങൾ, അതായത് ഇപ്പോൾ ഞാൻ ഇതിനകത്തിപ്പോൾ ഈ രഘുരാം രാജൻ എന്ന് പറയുന്ന പഴയ റിസർവ് ബാങ്ക് ഗവർണറുടെ വക്താവൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ഈ ബൂർഷ്വാ സാമ്പത്തികശാസ്ത്രമൊക്കെ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഈ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നെങ്കിൽ ഇത്തരം ഒരു ഒരു നിരുത്തരവാദപരമായ നമ്മൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന പണം തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ ഈ നോട്ട് അസാധുവാക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പണം അത് ജനങ്ങളുടെ അവകാശമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ അവരുടെ അവകാശമാണ്, തിരിച്ചു കൊടുക്കണം. അത് വാങ്ങിക്കുമ്പോൾ 50 രൂപ 100 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം. അത് കൊടുക്കുക എന്നുള്ള പ്രാഥമിക ഉത്തരവാദിത്തം ഇല്ലാതെ ഇത് റിലയൻസിന്റെ ഏതോ ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ച് റിസർവ് ബാങ്ക് ഗവർണറാക്കി ഇനി അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു ജനതയോട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുന്നതുകൊണ്ടും തെറ്റില്ല. പക്ഷേ അത് ഗൃഹപാഠമില്ലാത്തതിന്റെ ഭാഗമായി അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ളതാകുന്നു എന്നതാണ് വിഷയം. ശ്രീ എം ടി രമേശിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ സി ആറിലേക്ക്, അതിനുമുമ്പ് ശ്രീ പി ജെ ജെയിംസ്, ഈ അരുൺ ഷൂരി അങ്ങനെ പറഞ്ഞു എന്നത് നാം ഒരിക്കൽ കൂടി ഒന്ന് ഉറപ്പുവരുത്തണം. അരുൺ ഷൂരി ഫാൻ എന്ന പേരിൽ പ്രചരിക്കുന്നൊരു ട്വീറ്റാണത്, അത് അദ്ദേഹത്തിൻ്റെതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശ്രീ സി ആർ, എന്താണ് ഈ പുതിയ 2000 ഒരു പുതിയ തേങ്ങയാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം? പുതിയ 2000 നമ്മൾ ആലോചിക്കുക, ഇന്ന് ക്യൂവിൽ നിന്ന് എത്ര പേർക്ക് 2000 രൂപ കൊടുത്തൊരു സാധനം വാങ്ങാൻ പറ്റിയിട്ടുണ്ട്? ആ 2000 വീണ്ടും മിക്കവാറും ആളുകൾ ആ 2000 കൊണ്ട് വീണ്ടും ബാങ്കിൽ പോയി, കാരണം വേറെ ആരും കൊടുക്കില്ല. 600 രൂപയോ 800 രൂപയോ 900 രൂപയോ എടുത്താൽ പോലും തിരിച്ചു കൊടുക്കാൻ കാശില്ല. ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. 2000 രൂപ കൊടുത്ത് നിങ്ങൾ 500 രൂപയുടെ ഒരു സാധനം വാങ്ങിയാൽ 3 പഴയ 500 നോട്ടാ തിരിച്ചു കൊടുക്കണേ കടക്കാരെ. ഇയാൾ പിന്നെ വീണ്ടും ഉപയോഗിക്കും നിൽക്കണം, അല്ലെങ്കിൽ 2000 ചില്ലറയ്ക്ക് ക്യൂ നിൽക്കണം. 2000 ഇപ്പോൾ വേണു ചോദിച്ചതുപോലെ 2000 ഇടാൻ കഴിയുന്ന ഒരു ട്രേ ഉണ്ടായി ATM മെഷീനിൽ നിന്നുള്ളത് കൊണ്ട് ഒരു ഗുണവും ജനങ്ങൾക്കില്ല. ആരാ അതെടുക്കുന്നത്? ഇപ്പോൾ MT രമേശ് കണക്കാക്കുന്ന ആരെയാന്ന് എനിക്കറിയില്ല. ഇതെടുക്കുന്ന ക്യൂ നിൽക്കുന്ന ആളുകൾ എന്തിനാ അതെടുക്കുന്നത്? നേരത്തെ ജോസഫ് മാത്യു ചോദിച്ചൊരു പോയിന്റ് ഉണ്ട്, ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ബഹളം ഉണ്ടാക്കിയിട്ടുള്ളത്? ഇവിടുത്തെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്, തരക്കേടില്ലാത്ത ന്യൂനപക്ഷത്തിന് ഒരു പ്രശ്നമില്ല. കാർഡ് സ്വൈപ്പ് ചെയ്യാനുണ്ട്, മാളിൽ പോകാൻ കഴിയും, ബർഗർ തിന്നാൻ കഴിയും, അവിടെയൊക്കെ ഇത് കിട്ടും. പക്ഷേ ഇവിടെ പച്ചക്കറി കടയിൽ, മീൻ കടയിൽ, പരിപ്പ് കടയിൽ, അരി മേടിക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് ഇത് സ്വൈപ്പിംഗ് ഇല്ല. രമേഷിനെ അറിയുമെന്ന് എനിക്കറിയില്ല, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അവർ 2000 നോട്ട് കൊണ്ടുവന്ന് എന്ത് ചെയ്യും? അവർ 2 തരത്തിൽ ചെയ്യും. ഒന്നുകിൽ ബാക്കി പഴയ 500 നോട്ട് കൊടുക്കും, അങ്ങനെ വേണ്ടി തരാമെന്ന് പറയും.
അപ്പോൾ വീണ്ടും നാളെ പോയി ക്യൂ നിൽക്കണം, അല്ലെങ്കിൽ വീണ്ടും പോയി ക്യൂ നിൽക്കണം. എന്തിനാ? ഇത് ചില്ലറയൊക്കെ മേടിക്കാൻ. അതിന് പ്രശ്നം എന്താ? ഈ 2000 രൂപയ്ക്ക് ചില്ലറ കൊടുക്കാൻ നിന്നാൽ ഇപ്പം ഇറക്കി അതിന് പോലും 100 രൂപ തികയില്ല. ഇപ്പം ഇറക്കിയിട്ടുള്ള 100 നോട്ട് തികയില്ല. അപ്പൊ പിന്നെ വീണ്ടും അതിൽ നമ്മൾ 86% 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടാണെന്ന് പറയുമ്പോൾ 500-ൻ്റെ നോട്ട് 50%-വും ബാക്കിയുള്ളത് 1000-ൻ്റെ നോട്ടുമായിരുന്നു. ആ അനുപാതത്തിലേ അത് കഴിയുകയുള്ളൂ. തിരിച്ച് 50% 1000-ൻ്റെ നോട്ടും 32% 500-ൻ്റെ നോട്ടുമാണെങ്കിൽ രാജ്യത്ത് ചില്ലറ ക്ഷാമം ഉണ്ടാവും, കൊടുക്കാൻ കഴിയില്ല. ആ 1000 പിൻവലിച്ചിട്ട് 2000 കൊണ്ടുവന്നു കഴിഞ്ഞാൽ 500-ൻ്റെ ഈ പ്രൊപ്പോർഷൻ വെച്ച് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പിറ്റേ ദിവസം തന്നെ 1000-ൻ്റെ നോട്ട് വീണ്ടും അടിക്കും എന്ന പ്രഖ്യാപനം ഉണ്ടായത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 100-ഉം 50-ഉം 20-ഉം മാത്രം ഇരിക്കുകയും അത് ഈ 14% മാത്രം നിൽക്കുകയും 2000 നോട്ട് ഇറങ്ങുകയും ചെയ്തു കഴിയുമ്പോൾ ഒരു കാരണവശാലും ചില്ലറ രാജ്യത്തില്ല, കൊടുക്കാനും കഴിയില്ല. അതുകൊണ്ട് ബാങ്കിൽ പോയി 4000 രൂപ കിട്ടി വളരെ സന്തോഷത്തോട് പോയ വ്യക്തികൾ പിറ്റേ ദിവസം വീണ്ടും ക്യൂ നിൽക്കുകയാണ് ഈ 2000 മാറ്റി ചില്ലറ വാങ്ങിക്കൊണ്ടുപോകാൻ. എന്നാലേ അത് വിനിമയം നടത്താൻ, പുറത്തിറങ്ങി വിനിമയം നടത്താൻ കഴിയുള്ളൂ. അതൊരു പോയിന്റ്. രണ്ടാമത് 40% ബിസിനസ് ഈ നാട്ടിലെ ഇപ്പോഴും നടക്കുന്നത് ക്യാഷ് ട്രാൻസാക്ഷനിലൂടെയാണ്. അത് ഔദ്യോഗിക കണക്കാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്കറിയാം ഏത് കടകളിലാണ് ഇലക്ട്രോണിക് സ്വൈപ്പിംഗ് മെഷീൻ ഇല്ലാത്തതെന്നുള്ളത്. നേരത്തെ CR പറഞ്ഞ പോലെ എന്നെ ഇത് ബാധിച്ചിട്ടേ ഇല്ല. ഞാൻ കാർഡ് ട്രാൻസാക്ഷനാണ് അന്ന് മുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു ഹോട്ടലിൽ ചെന്നാൽ ആദ്യം ആഹാരം ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് കാർഡ് എടുക്കുമെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. പക്ഷേ അത് എല്ലാവർക്കും കഴിയില്ല എന്ന് മാത്രമല്ല, എൻ്റെ കാര്യം പോട്ടെ, ഒരു കൺസ്യൂമറുടെ ആംഗിളിൽ നിന്ന് നമുക്ക് വിടാം. ഈ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന നമ്മുടെ തട്ടുകട നടത്തുന്ന ആൾക്കാർ, പഴം വിൽപ്പന നടത്തുന്ന, പാൽക്കട നടത്തുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരുടെ കടയിൽ കച്ചവടം, ഈ 40% ബിസിനസ്സുകൾക്ക് കച്ചവടമില്ലാതെ പോയാൽ 2 ആഴ്ച എന്ന് പറയുന്നു, 50 ദിവസം എന്ന് പറയുന്നു, എങ്ങനെ അവർ പിടിച്ചു നിൽക്കും? രമേശ്, 2000 എന്ന് പറയുന്നത് 2500 ആക്കുക അല്ലേ? 20,000 എന്നത് 24,000 ആക്കുക. ഈ ചെപ്പും പന്തും കളിയൊന്നും കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 6ാം ദിവസമായി ജനം ഇപ്പോഴും അലയുകയാണ്. ജനദ്രോഹ നടപടിയാണ് എടുത്തിരിക്കുന്നതെന്ന് ഓരോ ദിവസവും തെളിയുകയാണ്. ബുദ്ധിമുട്ടാകും രമേശ്, താങ്കളടക്കമുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ. വേണു, ആദ്യം ഒരു കാര്യം, നിങ്ങൾ 5 പേര് ഒരു 7 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറയാനുള്ള സാവകാശം എനിക്കൊന്ന് തരിക എന്നുള്ള ഒരു സാമാന്യ രീതി വേണു കാണിക്കണം. ഒന്ന്, വേണു ഒഴികെയുള്ള ബാക്കി 4 പേര് കഴിഞ്ഞ 2.5 വർഷമായിട്ട് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ കുറിച്ച് അദ്ദേഹം ചെയ്ത ഒരു പ്രവർത്തനത്തെയും നല്ലതാണ് എന്ന് പറയാത്തവരായതുകൊണ്ട് അവർ ഈ പറയുന്നതിനെയും ആ അർത്ഥത്തിൽ മാത്രമേ ജനം എടുക്കൂ എന്ന് എനിക്കെന്നറിയാം. നാളെ ഏത് നല്ല കാര്യം ചെയ്താലും നരേന്ദ്രമോദി മോശമാണ് ചെയ്തത് എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്നവരാണ് അപ്പുറത്തിരിക്കുന്ന എല്ലാവരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. രണ്ടാമത്, ഇപ്പോൾ ജോസഫ് പി മാത്യു, അത് നമ്മുടെ അദ്ദേഹവും